മാം അതേപോലെ നമ്മുടെ ഈ കാജോൾ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു ജേർണി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ സ്കിന്നിൽ നമുക്ക് ഒരു വിസിബിൾ ചേഞ്ച് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടാതയോൺ ഒരു ഡോസ് എടുത്താൽ തന്നെ നമുക്കൊരു വിസിബിൾ ചേഞ്ച് കാണാൻ സാധിക്കുമോ? ഗ്ലൂട്ടാതയോണിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നതിൽ മിനിമം നമുക്ക് 10 to 12 സെഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ കജോൾ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് ആള് ഒരു 18 ഇയേഴ്സ് തൊട്ട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 12 സെഷൻസ് കഴിഞ്ഞ് നമ്മളൊരു 2 months ബ്രേക്ക് ഇട്ട് എഗെയിൻ അടുത്തൊരു 12 സെഷൻ ചെയ്ത് അങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു സ്കിൻ ലൈറ്റനിങ് അല്ലെ ബ്രൈറ്റനിങ്ങിലേക്ക് ഇതുപോലെയുള്ള സെലിബ്രിറ്റീസ് എത്തിയിരിക്കുന്നത്. ഒരു സിംഗിൾ സെഷനിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡ് എൻറ്റയർ ബോഡിയിലേക്ക് വരുന്നതാണ് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ടുള്ളൊരു കളർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ബോഡി വിട്ട് വെളുക്കുന്ന ഒരു കളർ അല്ലല്ലോ, നമ്മുടെ ബോഡിയുടെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള കളർ. ബാക്കിയുള്ള ഷെയ്ഡെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സൺ ടാൻ കാരണം വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു റിമൂവൽ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ഫസ്റ്റ് ഒരു 12 സെഷനിൽ കിട്ടാവുന്ന ഒരു റിസൾട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഹെൽത്തിൻ്റെ ഫാക്ടർ എല്ലാം നോക്കി ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സെഷൻസ് എടുക്കുന്നതിൽ തെറ്റില്ല.